സോ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ അതായത് ഇപ്പം ബിടെക്കിൽ ഫസ്റ്റ് ഇയർ കയറിയവർക്ക് KT എക്സാംസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നല്ലൊരു ഡൗട്ടുണ്ട്. ഐ തോട്ട് ലൈക്ക് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. മെയിനായിട്ട് ഞാനിപ്പം ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണ് KT എക്സാംസ് പാസ്സായത്. എനിക്ക് ഭയങ്കര വലിയ അത്യാവശ്യം ഡിസ്റ്റിങ്ഷൻ സ്കോർ ഉണ്ടായിരുന്നു. ആൻഡ് എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതിനെന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എക്സാമിൻ്റെ സ്കീമോ എങ്ങനെയാണ് മാർക്ക് അത് ഞാൻ ഈ വീഡിയോയിൽ പറയത്തില്ല. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഇപ്പം നമുക്ക് പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. മെയിനായിട്ട് ഫസ്റ്റ് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. ആക്ച്വലി നമുക്ക് ജസ്റ്റ് കൊടുത്താൽ മതിയാ S1 എന്താ ഇപ്പം പറയണ്ടേ, എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് കൊടുത്താൽ ഒരു ചാനൽ തന്നെ വരും. നിങ്ങൾക്ക് ആക്ച്വലി ഓരോ ചാനലിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പോസ്റ്റിൽ ഇട്ടേക്കാം. യൂട്യൂബ് ചാനൽസ് കുറേ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യണം. അത് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ലൈബ്രറി പോകേണ്ട ടൈപ്പ് അങ്ങനെ ഒരിതില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഗൈഡും കാര്യങ്ങളും ഒക്കെ കിട്ടുവാണെങ്കിൽ ഗുഡാണ്. എനിവേസ് ലൈബ്രറിയിൽ അങ്ങനെ ഞാൻ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോവിഡ് സമയമായിരുന്നു. എനിക്ക് ഭയങ്കര സുഖമായിരുന്നു ആക്ച്വലി എക്സാം. കാരണം എനിക്ക് 70% മേടിച്ചാൽ മതി, ആക്ച്വലി ഫുള്ള് കിട്ടുമായിരുന്നു. കാരണം കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒന്നും വെച്ചില്ല. നിങ്ങളുടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. പാസ്സാവാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ +2ൻ്റെ അത്രയും പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും പഠിക്കണം. പിന്നെ കുറേ പേര്, ഞാനിപ്പം തന്നെ ഒരു നോട്ട് പോലെ പറയാം, കുറേ പേര് നമ്മളോട് പറയും പഠിക്കുകയൊന്നും വേണ്ട, നമുക്ക് മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സപ്ലി അടിച്ചാലും പ്രശ്നമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇപ്പോഴേ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുക, മാർക്ക് വേണം. എക്സാംസ് പാസ്സായിരിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ സ്കോർ ഇല്ലെങ്കിൽ പാസ്സാവാനുള്ളതെങ്കിലും നിങ്ങൾ പഠിച്ച് ഇരിക്കണം. നല്ല സ്കോർ ഉണ്ടെങ്കിൽ ഗുഡാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ നല്ല മാർക്ക്, ഇപ്പം 9 ഉണ്ടെങ്കിൽ നല്ലത്. ആക്ച്വലി നമ്മുടെ ആ ഒരു പ്രൊഫൈലിലോട്ട് കയറാനും യൂണിവേഴ്സിറ്റീസൊക്കെ എടുക്കാനും ഒക്കെ നല്ലതാണ്. 8 വേണം എന്നാണ് ഹയർ സ്റ്റഡീസിൽ പോകുന്ന എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത്. 8 CGPA മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, 8 and above. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ജോബിലിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ CGPA മെൻഷൻ ചെയ്യും, ഇത്ര CGPA കൂടുതലുള്ളവർ ഇരുന്നാൽ മതി. അപ്പം നമ്മൾ പെട്ടുപോകും. ഒരു 8.5 8ന് മുകളിൽ എപ്പോഴും നിങ്ങളുടെ SGPAയും സെമസ്റ്ററിൻ്റെ ഇതും ഗ്രേഡും അത് മീൻസ് മൊത്തത്തിലുള്ളതും ആക്കാൻ നോക്കണം മാക്സിമം. ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എക്സാമിൻ്റെ ടൈമിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം. കാരണം സപ്ലി ഒക്കെ അടിച്ചാൽ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമാണ് മൊത്തത്തിൽ. കാരണം കുറേ പേര് അങ്ങനെ ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഈ വർഷം ഗ്രാജുവേഷനൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ പോലെ തോന്നും. അത് പക്ഷേ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ആൻഡ് സപ്ലി അത്ര നല്ലതല്ല, കേൾക്കുന്ന പോലത്തെ ഒരു സുഖമൊന്നും ഇല്ല. സപ്ലി എഴുതി പാസ്സാവണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇപ്പം 6th സെമസ്റ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് 5th സെമസ്റ്ററിൽ എനിക്ക് സപ്ലി അടിച്ചാൽ ചിലപ്പോൾ എൻ്റെ 6th സെമസ്റ്റർ എക്സാം നാളെയും അല്ല മറ്റന്നാളും, നാളെ എൻ്റെ 5th സെമസ്റ്ററിന് സപ്ലി ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടുപേരൊന്ന് പഠിക്കണം, പണ്ടത്തെ നോട്ട്സൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ബാക്ക് ടു നമ്മുടെ റിസോഴ്സസിലേക്ക് വരുവാണെങ്കിൽ, ഗീക്സ് ഫോർ ഗീക്സ് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ KTU നോട്ട്സ് എന്ന് പറഞ്ഞ് നമ്മുടെ സൈറ്റിലും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെ എനിക്ക് നല്ല ഞാൻ ഭയങ്കര ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുമെങ്കിലും കോളേജിൽ അത്യാവശ്യം ഞാൻ പഠിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു തമാശ. അതിന് ഭയങ്കര പ്രശ്നമാണ്. തമാശയൊന്നും കളിക്കരുത്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുക, നല്ല സ്കോർ വേണം. എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് 2 സെമസ്റ്റർ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് കിട്ടിയതാണ്. അത് നിങ്ങൾ ഫസ്റ്റ് തൊട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് 2 സെമസ്റ്റർ നമുക്ക് കഴിയുമ്പോൾ നമുക്കൊരു അഹങ്കാരം കയറും. എനിക്കത് കയറിയായിരുന്നു. എനിക്കിതൊക്കെ പാസ്സാവാൻ പറ്റും.
എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഒരു പണി കിട്ടി ചെറുതായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം സെറ്റാക്കി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഞാനെല്ലാം പഠിച്ചെടുത്തു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ആരും പോവണ്ട. നിങ്ങളിപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. കാര്യങ്ങളൊക്കെ സിലബസ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സിലബസ് ഡൗൺലോഡ് ചെയ്ത് എഴുതുക. സിലബസ് ഒന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുത്ത് എല്ലാ ടോപ്പിക്സും പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു ചാപ്റ്ററിലെ എല്ലാം അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് ആണല്ലോ, മൊഡ്യൂൾ വൈസിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസ് പഠിക്കുക ഫസ്റ്റ്, അല്ല പോർഷൻസ് പഠിക്കുക. എല്ലാ മൊഡ്യൂളും ഒന്ന് കവർ ചെയ്യുക. കാരണം സെക്ഷൻ എയും സെക്ഷൻ ബിയും ഒക്കെ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ആക്ച്വലി 2 തവണ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം മെയിനായിട്ട് 4 കാര്യങ്ങൾ എന്തൊക്കെ യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. ഗീക്സ് ഫോർ ഗീക്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സിലബസ് ഡൗൺലോഡ് ചെയ്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതായിരുന്നു എൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് ലേണിങ്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സും എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫസ്റ്റ് ഡേ തൊട്ട് പഠിക്കാൻ തുടങ്ങി എനിക്ക് 10 CGPA കിട്ടും. അത്രയേ ഉള്ളൂ KTU. മനസ്സിലായി. ഇപ്പം നമ്മൾ ആദ്യം തൊട്ട് റെഗുലറായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് 9+ എബോവ് CGPA ഉറപ്പാണ്. അപ്പം നമ്മൾ അങ്ങനെ റെഗുലറായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പിന്നെയും പ്രശ്നമില്ല, നമുക്കെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. അത്യാവശ്യം ഇന്നൊന്നിരുന്ന് തുടങ്ങിയാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കുറേ ഉണ്ട്. നീസോ അക്കാഡമി, അങ്ങനെ കുറേ അക്കാഡമീസ് ഒക്കെ ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാ ബ്രാഞ്ചുകാർക്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നെങ്കിൽ പോസ്റ്റിലിടാം, അല്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം മെയിനായിട്ട് KTU റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഈ ഒരു 4 കാര്യം, ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ അതായത് നല്ല കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുവാണെങ്കിൽ, എക്സാമിന് ഒരു 1 month മുന്നേ തന്നെ തുടങ്ങുവാണെങ്കിൽ യു വിൽ ഷുവർലി ഗെറ്റ് നല്ലൊരു CGPA കിട്ടും, നല്ല ഹൈ മാർക്സും കിട്ടും. അപ്പം അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇപ്പം സീരിയസ് എക്സാം ഒക്കെ ഓൺ ഗോയിങ് ആണെന്ന് എനിക്കറിയാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സും ഇനി എന്തെങ്കിലും ഏതൊക്കെ ടൈപ്പാണ് വീഡിയോസ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ബൈ ബൈ, സി യു.